ഹലോ ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഡോളിനെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കുറച്ച് വലിയ ഡോളായിരുന്നു, പക്ഷേ ഇതൊരു ചെറിയൊരു ഡോളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ലെഗിൻ്റെ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിക്സ് ചെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ടേൺ ചെയ്യാം. ഫസ്റ്റത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ, അതുപോലെ തന്നെ നെക്സ്റ്റ് 3 ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 4 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഓരോ ലൂപ്പിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 4 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2 ചെയ്തു, ദെൻ ലാസ്റ്റ് 1 3. ദെൻ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 4 സിംഗിൾ ക്രോഷേ. ഓരോ ലൂപ്പിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 4 സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷേ ചെയ്തു. നെക്സ്റ്റ് ലൂപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇൻക്രീസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇൻക്രീസും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ ടോട്ടൽ കിട്ടുന്നത് 12 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ക്ലോസ് ചെയ്യാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. നമുക്ക് റൗണ്ട് 2ലേക്ക് പോവാം. റൗണ്ട് 2ൽ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്കൊരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യാം. ദെൻ 3 സിംഗിൾ ക്രോഷേ. അടുത്ത 3 സ്റ്റിച്ചുകളിൽ ഓരോരോ സിംഗിൾ ക്രോഷേ വീതം 3 ചെയ്ത് കൊടുക്കാം. 2 ചെയ്തു, 3 ചെയ്തു. ഇനി ഈ ഒരു നെക്സ്റ്റ് 3 സ്റ്റിച്ചുകളിൽ ഓരോ ഇൻക്രീസ് വീതം ചെയ്ത് കൊടുക്കാം. ഈ 3 സ്റ്റിച്ചുകളിൽ ഓരോ ഇൻക്രീസ് വീതം ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ ഇൻക്രീസ് കഴിഞ്ഞു, രണ്ടാമത്തെ ഇൻക്രീസ്, ദെൻ മൂന്നാമത്തെ ഇൻക്രീസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അടുത്ത 3 സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ, ദെൻ രണ്ടാമത്തെ, ദെൻ മൂന്നാമത്തെ ചെയ്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 2 ഇൻക്രീസ്. ലാസ്റ്റ് 2 സ്റ്റിച്ചസ് ഉണ്ടാവും. അതിൽ ഓരോന്നിലും ഓരോ ഇൻക്രീസ് വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ ടോട്ടൽ കിട്ടുന്നത് 18 സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് ഈ ഒരു റൗണ്ടിൽ കിട്ടുന്നത്. നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ റൗണ്ട് വരുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 18 ചെയ്തെടുക്കാം. ഞാനിവിടെ 3ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ റൗണ്ടിലേക്ക് പോവാം. അതിനായിട്ട് ഫസ്റ്റ് 5 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് വീതം 5 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 ചെയ്തു, 2 3 4 ദെൻ 5. ദെൻ നമുക്ക് 3 ഡിക്രീസസ് ചെയ്തെടുക്കാം.
ഫസ്റ്റ് ഡിക്രീസായി. അതുപോലെ ബാക്കി 2 കൂടി ചെയ്യാം. ദെൻ ബാക്കി വരുന്നത് 7 സ്റ്റിച്ചസ് ആയിരിക്കും. 7 സിംഗിൾ ക്രോഷേ ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അതും കൂടെ ചെയ്താൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവും. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 15 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും നമുക്ക് ഈ ഒരു റൗണ്ടിൽ കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ 3ാമത്തെ ഡിഗ്രീസും കഴിഞ്ഞു. ദെൻ ബാക്കി ഇവിടെ 7 ഉണ്ടാവും. 7 സ്റ്റിച്ചസ് ഉണ്ടാവും. അതിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് 5ാമത്തെ റൗണ്ടിലേക്ക് പോവാം. 5ാമത്തെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. ബാക്ക് ലൂപ്പിലൂടെ ആണ് ചെയ്യുന്നത്. 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. 2 ചെയ്തു. ഇനി 2 കൂടി ചെയ്യാം. 3 ദെൻ 4 സിംഗിൾ ക്രോഷേ ചെയ്തു. ദെൻ നമുക്ക് 3 ഡിക്രീസസ് ചെയ്യാം. അതും ബാക്ക് ലൂപ്പിലൂടെ തന്നെ ചെയ്യണം. ഈ റൗണ്ട് മൊത്തം ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. ദെൻ 4 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം 3 ഡിക്രീസസും കൂടെ ചെയ്യാം. മൂന്ന് ഡിഗ്രീസസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അതും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ ടോട്ടൽ 12 ആയിരിക്കും കിട്ടുക. 12 സിംഗിൾ ക്രോഷേ ആയിരിക്കും ഈ റൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ദെൻ 5 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായ കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ചെയ്യാം. ഇനി നമുക്ക് 6ാമത്തെ റൗണ്ടാണ്. 6ാമത്തെ റൗണ്ടിൽ ഫസ്റ്റ് 4 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. 2 3 4. അത് കഴിഞ്ഞിട്ട് 2 ഡിഗ്രീസസ് ചെയ്യാം. ഇത് ബാക്ക് ലൂപ്പിലൂടെ ഒന്നല്ല ചെയ്യണത്, നോർമലായിട്ട് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ചെയ്യണത്. ഇനി നമുക്ക് 2 ഡിഗ്രീസസ് ചെയ്യാം. രണ്ട് ഡിഗ്രീസ് ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടാവുക 4 സിംഗിൾ ക്രോഷേ ആണ്. അതും കൂടെ ചെയ്ത് ഈ റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 10 സിംഗിൾ ക്രോഷേ ആയിരിക്കും ഈ റൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തൊരു റൗണ്ട് 7th റൗണ്ട് നമുക്ക് ഈ ഒരു 10 സിംഗിൾ ക്രോഷനെ ആണ് ചെയ്യേണ്ടത്. ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം വെച്ചിട്ട് 10 സിംഗിൾ ക്രോഷേ. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ട് വരാം.
7ാമത്തെ റൗണ്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 8ാമത്തെ റൗണ്ടിലേക്ക് പോവാം. 8ാമത്തെ റൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ 9 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓരോ സിംഗിൾ ക്രോഷേ വീതം 9 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടൽ 11 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ 8ാമത്തെ റൗണ്ടിൽ നമുക്ക് കിട്ടാം. അത് കഴിഞ്ഞിട്ട് 9ാമത്തെ റൗണ്ടിൽ നമുക്ക് ഈ 11 സിംഗിൾ ക്രോഷേ തന്നെ ഒരു റൗണ്ട് ചെയ്യാം. എട്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. 9ാമത്തെ റൗണ്ടിൽ ഈ 11 സിംഗിൾ ക്രോഷനെ ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി 10ാമത്തെ റൗണ്ട്. 10ാമത്തെ റൗണ്ടിൽ ആദ്യം 10 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ ലാസ്റ്റേൽ ഒരു ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷേ കിട്ടും. അതുപോലെ തന്നെ അടുത്ത റൗണ്ട് 11th റൗണ്ട് ഇതുപോലെ തന്നെ 12 സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്ത് കൊടുക്കാം. 11th റൗണ്ട് അല്ല, 11th 12th 11 12 നമുക്ക് ഈ 12 സിംഗിൾ ക്രോഷേ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 13ാമത്തെ റൗണ്ടിലേക്കാണ്. 13ാമത്തെ റൗണ്ടിൽ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് 11 സിംഗിൾ ക്രോഷേ ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 13 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടുക. അത് കഴിഞ്ഞിട്ട് 14ാമത്തെ റൗണ്ട് നമുക്ക് ഈ 13 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. ഓരോന്ന് വെച്ചിട്ട് 13 സിംഗിൾ ക്രോഷേ ചെയ്യാം.
ഇനി 15ാമത്തെ റൗണ്ട്. 15ാമത്തെ റൗണ്ടിൽ ആദ്യം 12 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 14 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത 2 റൗണ്ടും നമ്മൾ ഈ ഒരു 14 സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നതും. ഇപ്പോൾ ഇവിടെ നമുക്ക് 14 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി അടുത്ത 2 റൗണ്ട് നമുക്ക് ഈ ഒരു 14 തന്നെ ചെയ്യാം. 2 അല്ല 3 റൗണ്ട്. 16 മുതൽ 18 വരെയാണ് നമ്മൾ ചെയ്യണത്. 3 റൗണ്ട് നമുക്ക് ഈ ഒരു 14 സിംഗിൾ ക്രോഷേ 18 റൗണ്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇനി 19ാമത്തെ റൗണ്ടിൽ ആദ്യം 12 സിംഗിൾ ക്രോഷേ, ദെൻ ഒരു ഇൻക്രീസ്, ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷയും കൂടി ഉണ്ടാവും. അതും കൂടെ ചെയ്യുമ്പോൾ ഈ റൗണ്ടിൽ 15 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആദ്യം 12 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ്, ദെൻ ബാക്കി ഒരു സിംഗിൾ ക്രോഷേ ഉണ്ടാവും, അതും കൂടെ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലെഗിൽ 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 2 റൗണ്ട് ഈ ഒരു 15 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 21 റൗണ്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെഗിൻ്റെ ബാക്കിയുള്ള യാണ് നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് നന്നായിട്ട് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ബോഡി പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, യാണ് കട്ട് ചെയ്യണ്ട, അതിൽ നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ലെഗിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 3 ചെയിൻ സ്റ്റിച്ച് അല്ല, 3 സിംഗിൾ ക്രോഷേ ഈ ഒരു ലെഗിൽ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷേ ചെയ്തു. ദെൻ നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 അങ്ങനെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ദെൻ നമുക്ക് നമ്മുടെ അടുത്ത ലെഗ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ, അതായത് കാലിൻ്റെ ഈ ഭാഗം ഫ്രണ്ടിലേക്കാവുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് സെൻറ്ററാക്കിയിട്ട് ഒരു മാർക്കർ ഇട്ട് കൊടുക്കാം. കാരണം ഈ ഒരു പോർഷനിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യണത്.
അപ്പോൾ അത് എവിടെയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കർ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ നമ്മുടെ സ്റ്റിച്ച് എൻഡ് ചെയ്ത് കൊടുക്കുന്നത് 11th സ്റ്റിച്ചിലേക്കാണ് എനിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഗിൻ്റെ ഈ സൈഡ് പോർഷനാണ് എടുക്കേണ്ടത്. എനിക്ക് വരുന്നത് 11th സ്റ്റിച്ചിലാണ്. നമ്മൾ എൻഡ് ചെയ്ത് കൊടുത്ത് 11th സ്റ്റിച്ചിലേക്കാണ് ഈ സൈഡ് പോർഷൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു മാർക്കർ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഈ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു ലെഗിൽ 15 സിംഗിൾ ക്രോഷേ ടോട്ടൽ ഉള്ളത്. അതിൽ 1 നമ്മൾ ചെയ്തു. ബാക്കി 14 സിംഗിൾ ക്രോഷേ ഈ ഒരു ലെഗിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തല്ലോ, ആ ചെയിനിലും ഓരോരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. മൂന്ന് സിംഗിൾ ക്രോഷയും കൂടെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്ത ലെഗിൻ്റെ ബാക്കി 12 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. അതും കൂടെ ആ ലെഗിൽ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ റൗണ്ടിൽ കിട്ടുന്നത് ടോട്ടൽ 36 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ 2 ലെഗും ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത 2 റൗണ്ട് നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിയ 36 സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 36 സിംഗിൾ ക്രോഷയാണ് 2 റൗണ്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 2 റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 25th റൗണ്ടാണ്. ഇനി നമുക്ക് 25ാമത്തെ റൗണ്ടിലേക്ക് പോവാം. ആ റൗണ്ടിൽ ഫസ്റ്റ് നമുക്ക് 11 സിംഗിൾ ക്രോഷേ ചെയ്യാം. 11 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ഡിക്രീസ് ചെയ്യാം. ഫസ്റ്റ് 11 സിംഗിൾ ക്രോഷേ ചെയ്തു, ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 17 സിംഗിൾ ക്രോഷേ ചെയ്യാം.
17 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ഡിക്രീസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് 4 സിംഗിൾ ക്രോഷേ ബാക്കി ഉണ്ടാവും. അതും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 34 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. 4 കൂടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ദെൻ അടുത്ത 26ാമത്തെ റൗണ്ട് നമുക്ക് ഈ ഒരു 34 സിംഗിൾ ക്രോഷേ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി 26ാമത്തെ റൗണ്ട് നമ്മൾ ചെയ്തു. ഇനി 27ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് 10 സിംഗിൾ ക്രോഷേ ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്തു. ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. ബാക്കി 17 സിംഗിൾ ക്രോഷേ ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ഡിക്രീസും കൂടെ ചെയ്യാം. ദെൻ ബാക്കി 3 സിംഗിൾ ക്രോഷേ ആയിരിക്കും ഉണ്ടാവുക. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 32 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ദെൻ നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 28ാമത്തെ റൗണ്ട് ചെയ്യാം. അതിന് ഫസ്റ്റ് 9 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ ഡിക്രീസ്. ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്തു, ഡിക്രീസും ചെയ്തു. ദെൻ നമുക്ക് 16 സിംഗിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡിക്രീസ് ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്തു. ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. ബാക്കി 3 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. അതും കൂടെ ചെയ്യുമ്പോൾ ഈ റൗണ്ടിൽ ടോട്ടൽ നമുക്ക് 30 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ദെൻ റൗണ്ട് ക്ലോസ് ചെയ്യാം. അടുത്ത 29ാമത്തെ റൗണ്ട് നമ്മൾ ഈ 30 സിംഗിൾ ക്രോഷേനെയാണ് ചെയ്യണത്. അതും കൂടെ ചെയ്തെടുക്കാം. അടുത്ത 29ാമത്തെ റൗണ്ടും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ടോട്ടൽ നമുക്ക് 30 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക.
ഇനി നമുക്ക് റൗണ്ട് 30ലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് 3 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്. ഈ ഒരു പാറ്റേൺ 6 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷ്യ 10 ഡിഗ്രീസ് ഇതുപോലെ 6 ടൈംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ റൗണ്ടിൽ 24 സിംഗിൾ ക്രോഷ്യ 24 സിംഗിൾ ക്രോഷ്യേസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 31 മുതൽ 39 വരെ ഏകദേശം 6 റൗണ്ട് നമുക്ക് ഈ 24 സിംഗിൾ ക്രോഷ്യനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ആംസാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഹാൻഡിൻ്റെ പോർഷൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ഒരു മാജിക് റിംഗ് ഉണ്ടാക്കി അതിനുള്ളിൽ 5 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ റൗണ്ടിൽ 5 ഇൻക്രീസസ് ചെയ്യാം. റൗണ്ട് 2 ചെയ്യുമ്പോൾ, അതായത് 5 ഇൻക്രീസസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യേസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ റൗണ്ട് 3ലും നമ്മൾ ഈ 10 സിംഗിൾ ക്രോഷ്യനെയാണ് ചെയ്യേണ്ടത്. ഇനി റൗണ്ട് 4ലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ ബോബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ ബോബിൾ സ്റ്റിച്ചാണ്. അത് ഒരു സ്റ്റിച്ചിൽ തന്നെ 3 ടൈംസ് നമുക്ക് ഡബിൾ ക്രോഷ്യ പോലെ ചെയ്തെടുക്കാം, ബോബിൾ സ്റ്റിച്ച് ചെയ്യാം. ദെൻ ബാക്കി 9 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും, അതും കൂടെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടാവുക. ഇനി റൗണ്ട് 5ലേക്ക് വരാം. ആദ്യം നമുക്കൊരു ഡിഗ്രീസ് ചെയ്യാം.
ഫസ്റ്റ് നമുക്ക് ഡിക്രീസ് ചെയ്യാം, ദെൻ 6 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ലാസ്റ്റും ഒരു ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 8 ആണ് ഈ ഒരു റൗണ്ടിൽ കിട്ടുക. ഇനി നമ്മൾ മുകളിലേക്കുള്ള പോർഷൻ ഈ ഒരു 8 തന്നെയാണ് ചെയ്യുന്നത്. ഏകദേശം 14 റൗണ്ട് നമുക്ക് മുകളിലേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാം. ഞാനിവിടെ ഒരു ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന യാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. ബാക്കി വരുന്ന യാണ് ഇതിലെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബോഡി പോർഷൻ ഏകദേശം 6 റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6 to 7 റൗണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് ഹൈറ്റ് നമ്മൾ നോക്കണത് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഓരോ റൗണ്ടിൻ്റെ എണ്ണം നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 40 റൗണ്ട് വരെയാണ് ചെയ്തിട്ടുള്ളത്. 40 റൗണ്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ടൂ മച്ച് ഫില്ല് ചെയ്യണ്ട, പക്ഷേ അത്യാവശ്യം സ്റ്റിഫ് ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ സെൻറ്ററിൽ വരുന്ന ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 ഭാഗത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഹാൻഡിൻ്റെ പോർഷൻ ആ ഫിംഗർ നമ്മൾ ബോബിൾ സ്റ്റിച്ച് ചെയ്തല്ലോ അത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെയും സൈഡ് പോർഷനിൽ നമുക്ക് ഇതേപോലെ ഒന്ന് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടും അതുപോലത്തെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 40ാമത്തെ 40th റൗണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഈ ബോഡിയിൽ നമ്മളൊരു 7 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 7 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡിൻ്റെ 4th സ്റ്റിച്ചിലൂടെയും കൂടെ രണ്ട് അതായത് ഹാൻഡിൻ്റെയും അതുപോലെ ബോഡീൻ്റെയും കൂടെ 4th സ്റ്റിച്ചസിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 7 സിംഗിൾ ക്രോഷേ നമ്മൾ നമ്മുടെ ബോഡിയിലും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ബോഡിയിലും 4 സിംഗിൾ ക്രോഷേ അതുപോലെ തന്നെ ഈ ഹാൻഡിൻ്റെ ഈ പോർഷനിലും ഒരു ഭാഗത്ത് അതായത് ടോട്ടൽ 8 സ്റ്റിച്ചാണ് നമ്മുടെ ഹാൻഡിലുള്ളത്. അതിൻ്റെ പകുതിയിൽ 4 സിംഗിൾ ക്രോഷയിലും കൂടെ ആയിട്ട് നമുക്ക് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം, സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 4 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. ദെൻ ബാക്കി വരുന്നത്
ദെൻ ബോഡിയിൽ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന 9 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. നയൻ സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അടുത്ത ഹാൻഡിലും ബോഡിയിലും കൂടെ ഇതുപോലെ തന്നെ 4 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് 41ാമത്തെ റൗണ്ടിലേക്ക് പോവാം. അതിനായിട്ട് ബോഡിയിൽ ആദ്യം 7 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ നമ്മുടെ ഹാൻഡിൽ ബാക്കിയുള്ള 4 സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ അതും കൂടെ ചെയ്തിട്ട് ഇനി ആ ബാക്കി വന്ന റൗണ്ട് കൂടിയാണ്, അതായത് ഹാൻഡിൻ്റെ പോർഷനിൽ ബാക്കി വന്ന 4 സിംഗിൾ ക്രോഷേൻ്റെ കൂടിയാണ് നമ്മൾ ചെയ്യണത്. ആദ്യം നമ്മൾ ഇന്നർ പോർഷനിലൂടെയാണ് ചെയ്തത്. ഇത് നമ്മൾ ഔട്ടറിൽ വരുന്ന ബാക്കിയുള്ള 4 സിംഗിൾ ക്രോഷയിലും കൂടെ ആയിട്ട് ചെയ്തെടുക്കാം. ഇനി ഹാൻഡിൻ്റെ അതിൽ 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലുള്ള 9 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഹാൻഡിലെ 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ 2 ഹാൻഡിൻ്റെ പോർഷനിലും ഉള്ളിലും നമുക്ക് ഇതുപോലത്തെ ഒരു വയറ് നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഹാൻഡ് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വയറ് ഉള്ളിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഞാനിവിടെ ഒരു വയർ എടുത്തിട്ടുണ്ട്. അതിൽ 2 എൻഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ അതിലൊരു ഇൻസുലേഷൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസുലേഷനോ അതുപോലെ മാസ്കിൻ ടാപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഇനി നമുക്കിത് നമ്മുടെ ഹാൻഡിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡിനുള്ളിൽ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫില്ല് ചെയ്താൽ മതി, നന്നായിട്ട് ഇതാവേണ്ട, കുറച്ചൊന്ന് സ്റ്റിഫ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, ഇതൊരു 6 ടൈംസ് ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടുന്നത്. നാൽപ്പത്തിമൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, ഇത് 6 ടൈംസ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം കൂടുതൽ മുകളിലേക്ക് ചെയ്യുമ്പോൾ നെക്കിൻ്റെ പോർഷൻ ആകുമ്പോൾ കുറച്ച് ചെറിയ പോർഷനായിരിക്കും, ചെറിയ ഹോളായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കുറച്ചൊരു 5-6 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. നാൽപ്പത്തിനാലാമത്തെ റൗണ്ട് വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഇത് 3 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും കിട്ടുക. ഈ 9ലാണ് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ചെയ്യണത്.
നമുക്കിവിടെ 9 സിംഗിൾ ക്രോഷ്യേഴ്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് 3 ടൈംസ് 3 റൗണ്ട് ഈ ഒരു 9 തന്നെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ കിട്ടും. ഈ വീഡിയോയിൽ ഞാൻ ഈ നെക്ക് വരെ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പം ഞാൻ നെക്ക് വരെ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഹെഡും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഷൂസിൻ്റെയും ഒക്കെ വീഡിയോസും ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.